many years of work experience, railway sector work ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ, why should we hire you, അത് ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറയും. Hey guys, welcome back to Be Fluent. DB Shankar and the multinational company, they have opened in number of job openings. ലാംഗ്വേജ് ലെവൽ ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത്. ബട്ട് ഇംഗ്ലീഷ് പ്രൊഫഷൻസ് ഇസ് മസ്റ്റ്. യൂറോപ്പിൽ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ബട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ബാരിയർ ഇംഗ്ലീഷ് ആണെന്ന്. Don't worry guys, please contact Be Fluent to upgrade your English speaking skill. Please to subscribe my YouTube channel, share with the dear and dear ones, spread love, hit the like button. If you have any doubt regarding this process or any upcoming update, share your doubts in the comment section. I will here to guide you. So don't waste your time. Please continue watching the full video. ഗൂഗിളിലെ സെർച്ച് ഓപ്ഷനിൽ DB ശങ്കർ DBSCHENKER എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇങ്ങനൊരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗിനാണ് ചെയ്യേണ്ടത്. അതിൽ മെയിലുണ്ട്, സൈൻ ഇൻ ചെയ്യുക, മെയിൽ എൻ്റർ ചെയ്യുക, പേഴ്സണൽ മെയിൽ ഐ ഡി എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മെയിലിലോട്ട് ഒരു വെരിഫിക്കേഷൻ 6 ഡിജിറ്റ് വെരിഫിക്കേഷൻ വരും. അത് ക്ലിക്ക് സക്സസ് ആകുമ്പോഴത്തേക്ക് രജിസ്ട്രേഷനിലോട്ടാണ് പോകുന്നത്. അതിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ലൈക്ക് നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, മെയിൽ ഐ ഡി, പാസ്വേഡ്, അങ്ങനെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും. പിന്നെ ഒരു പ്രൈവസി നമ്മൾ ഓപ്ഷൻ ടിക്ക് ചെയ്യാനുണ്ട്. അത് ടിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പുതിയൊരു പേജ് ഓപ്പണായി. ഇതിൽ ഹെൽപ്പ് എന്ന് പറഞ്ഞ ടോപ്പിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഹെൽപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പുതിയ പേജായിരിക്കും ഓപ്പണായി വരുന്നത്. ഇവിടെ നമുക്ക് കരിയർ അല്ലെന്നുണ്ടെങ്കിൽ ജോബ് സെർച്ച് എന്നൊരു ഓപ്ഷൻ കിട്ടും. കരിയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫൈൻഡ് യുവർ പെർഫെക്റ്റ് ഫിറ്റ്, അവിടെ ലെഫ്റ്റ് സൈഡിൽ 1000+ ജോബ്സ് അവൈലബിൾ ആയിട്ട് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു ജോബ് ജർമ്മനിലോട്ട് ആണെങ്കിലും ശരിയാണ്, ജർമ്മൻ ലാംഗ്വേജ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള വേക്കൻസീസ് അവൈലബിൾ ആണ്. ബട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇസ് മസ്റ്റ്. ജർമ്മനിയിൽ പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, ബട്ട് ഇംഗ്ലീഷ് ഒരു ബാരിയറായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വറി ഗൈസ്, യു ക്യാൻ ഡയറക്ട്ലി കോൺടാക്ട് ടു Be Fluent. കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ കം ബാക്ക് ടു അവർ ടോപ്പിക്. എങ്ങനെ ഒരു ജോബ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് സെർച്ച് ഓപ്ഷനല്ലേ, അവിടെ അഡ്മിൻ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ആ ഒരു ടൈമിൽ അഡ്മിൻ റിലേറ്റഡ് ആയിട്ട് കുറേ ജോബ് റോൾ വന്നിട്ടുണ്ട്. അതിൽ സ്യൂട്ടബിളായിട്ട് തോന്നിയതാണ് അഡ്മിൻ മാനേജർ എന്നുള്ളത്. അതിൽ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്, വർക്കിൻ്റെ ടൈപ്പ് പെർമനൻ്റ് ആണോ പാർട്ട് ടൈം ആണോ, അതിൻ്റെ കീഴിൽ JD ഉണ്ട്, ജോബ് ഡിസ്ക്രിപ്ഷൻ, ക്വാളിഫിക്കേഷൻ, നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എല്ലാം ഒന്ന് ഗോ ത്രൂ ചെയ്യുക. നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ സ്കിൽസ് എല്ലാം ഈ ഒരു ജോബിന് സ്യൂട്ടബിളായിട്ട് തോന്നുകയാണെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഓപ്പണായി വരുന്നത് ഒരു 4 സെറ്റ് ഓഫ് പേജസ് ആണ് ഓപ്പണായിട്ട് വരുന്നത്. ഫസ്റ്റ് പേജിൽ പേഴ്സണൽ ഇൻഫർമേഷൻ, നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ദെൻ പ്രൈവസി പോളിസി, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ചെയ്യുക. നെക്സ്റ്റ് പേജ് വരുന്നതെന്ന് പറയുന്നത്, നെക്സ്റ്റ് പേജിലാണ് CV ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യേണ്ടത്. CV അപ്ഡേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കവർ ലെറ്റർ, പിന്നെ നമുക്ക് അതിനോട് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് എക്സ്ട്രാ റിലേറ്റഡ് സ്കിൽ ബേസ്ഡ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഡോക്യുമെൻ്റായിട്ട് അത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ തേർഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ സിറ്റിസൺ ഇന്ത്യൻ സിറ്റിസൺ ആണോ അല്ല വേറെ ഏതെങ്കിലും സിറ്റിസൺഷിപ്സ് ഉണ്ടോ, മുന്നേ യൂറോപ്പിൽ വന്നിട്ടുണ്ടോ, അങ്ങനെ കുറച്ച് ബേസിക് ഡിസേബിലിറ്റീസ് ഉണ്ടോ, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ഈ ഒരു പേജിലേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 to 15 സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഡിസബിലിറ്റി, പിന്നെ ഈ ഒരു ജോബിനെ പറ്റി എങ്ങനെ അറിഞ്ഞു, DB ശങ്കറിൻ്റെ ജോബ് ഓപ്പണിംഗ് എങ്ങനെ അറിഞ്ഞു, സോഷ്യൽ മീഡിയ ഓർ ഫ്രണ്ട് ത്രൂ ആണോ അറിഞ്ഞത്, അങ്ങനെയൊക്കെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിക്കുന്നത്. ലാസ്റ്റ് പേജ് വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഹൗ മെനി ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ്, റെയിൽവേ സെക്ടറിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ, വൈ ഷുഡ് ബി ഹയർ യു, അത് ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. അത്രയും കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് പേജ് കൊടുക്കുക. ലാസ്റ്റ് പേജ് ചുമ്മാ ഒരു ബ്രീഫാണ്, അത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് പ്രൊഫൈലിൽ സബ്മിറ്റ് പറഞ്ഞ് ഇങ്ങനൊരു പേജ് വരും. So guys, thanks for your support. Please do follow, subscribe my YouTube channel, share with the dear and even spread love.
Bye for now.